ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശികനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു ഞായറാഴ്ചയായി. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. ഇന്നും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്നും അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിൻ രാജഗോപാൽ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ENT സർജനാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് സാറിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എൻ്റെ റേഡിയോ 91.2 നമസ്കാരം സർ. ഹായ് ശ്രുതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഈ പ്രൊഫസറാണ്, സർജറിക്ക് പോകണം, അങ്ങനെ കുറേ തിരക്കാണ്. ഇതെങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്? അത് മാനേജായിട്ടൊന്നുമില്ല, ഇത് ജോലിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ രോഗികൾ കാണും. രോഗികൾക്ക് ആവശ്യമുള്ള രോഗികൾക്ക് മാത്രം നമ്മൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു ബർഡനായിട്ട് കാണേണ്ടതായിട്ടൊന്നും ഇല്ല. ജോലിയുടെ ഭാഗം തന്നെയാണ്. കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. കൊണ്ടുപോകണമല്ലോ, പറ്റണമല്ലോ. അതാണ് നമ്മുടെ ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത്. അസീസിയ മെഡിക്കൽ കോളേജിൽ അതെ. ഒരു 8 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അസോസിയേറ്റ് ആണ് അവിടെ. ഓക്കെ. ഈ പഠിപ്പിക്കുക എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യമാണ്. അത് രണ്ട് മൂന്ന് കാര്യം അതിലുണ്ട്. ഇപ്പം നമ്മളിപ്പം പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമ്മളെ ഓർക്കുന്നതും അവർ വേറൊരു നിലയിലെത്തുമ്പോൾ നമ്മളെപ്പറ്റി ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പഠിപ്പിക്കുന്ന കാര്യം എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഡോക്ടേഴ്സ് തന്നെ ആയതുകൊണ്ട് വേറെ ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് എത്തുമ്പോഴും നമുക്കൊരു അഭിമാനം തന്നെയാണ്, സന്തോഷമാണ്. അതൊരു മേജർ ഒരു ഫാക്റ്റാണ്. നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും നോക്കുകയെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ കോളേജ് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയുന്നത് നമ്മൾ പേഷ്യൻസ് മാത്രം, രോഗികളെ മാത്രമല്ല. ഒരു സ്റ്റുഡൻറ്റ് പറയും, അവരെ പറ്റി ഉള്ള ബന്ധുക്കൾ, അവരുടെ റിലേറ്റീവ്സ്, അവരുടെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളെപ്പറ്റി അറിയുന്ന രോഗികൾ മാത്രമല്ല, സ്റ്റുഡൻസും അറിയും. അതുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രൊഫസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല പ്രായമൊക്കെ ഉള്ള ഒരാളായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ആളൊരു ചുള്ളനാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം സാർ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ENT സർജൻ ആയതുകൊണ്ട് തന്നെ ഇയർ, നോസ്, ത്രോട്ട്, ഈ 3 വിഭാഗം, നെക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ത്രോട്ട്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് രോഗങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തൈറോയ്ഡിൻ്റെ സർജറി കൂടി പല ഡോക്ടേഴ്സും പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാ മുഴകളും സർജറി ചെയ്യണോ? ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ മുഴ വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് പേടിയാണ്. അയ്യോ, ഇതെന്താകും, എങ്ങനെയാകും? ഒരു സർജൻ എന്ന നിലയ്ക്ക് ഇത് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഈസിയാണോ? എന്താണ് പറയാനുള്ളത്? 2 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം കൂടെ നോക്കണം. അപ്പം കൊല്ലം എന്ന് പറയുന്ന ഒരു തൈറോയ്ഡ് എൻഡമിക് ഏരിയയാണ്. അത് തൈറോയ്ഡ് അസുഖമുള്ള ഒരു ഏരിയ തന്നെയാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ആലപ്പുഴ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഈ തൈറോയ്ഡ് രോഗികളുള്ളത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ നോക്കുന്ന തൈറോയ്ഡ് മുഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നീക്കം ചെയ്യേണ്ട മുഴയാണോ, അതോ അല്ലാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റായിട്ടും പോകേണ്ട മുഴയാണോ, നമ്മൾ ആദ്യം ടെസ്റ്റും ചെയ്ത് നോക്കണം. ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റുമാണ്. പിന്നെ അൾട്രാസൗണ്ട് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ്ങിലാണ് ആക്ച്വലി പ്രശ്നമുള്ള മുഴയാണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റുന്നത്. ചിലതൊക്കെയാണ് നമുക്ക് സംശയമായിട്ടുള്ളൊരു മുഴ വന്നേക്കാം. അപ്പോൾ അത് സംശയമായിട്ടുള്ള മുഴ എടുത്ത് കളയണോ വേണ്ടിയോ നമ്മൾ ഈ കുത്തിയെടുത്തുള്ള പരിശോധനയുണ്ട്, FNAC എന്ന് പറയും. അതേ നമുക്ക് ഏകദേശം വ്യക്തമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു അൾട്രാസൗണ്ട് ഫൈൻഡിങ്ങും പോസിറ്റീവായിട്ടുള്ളൊരു FNAC ഫൈൻഡിങ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ സർജറി വേണമെന്ന് പറയത്തുള്ളൂ. ചിലതൊക്കെയാണെന്നുണ്ടെങ്കിൽ സർജറി വേണ്ടാത്ത കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ 3 കാര്യങ്ങൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. അതായത് ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് നോക്കണം, സ്കാനിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് നോക്കണം, പിന്നെ സ്കാനിൽ വിഷയമുള്ള പേഷ്യൻറ്റിനെ മാത്രമേ നമ്മൾ FNA സജസ്റ്റ് ചെയ്യാറുള്ളൂ. റേഡിയോളജിസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതെ, റേഡിയോളജിസ്റ്റ് തന്നെ, റേഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സ് തന്നെ ആയതുകൊണ്ട് അവർ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ആ ഒരു ഇപ്പോൾ മുഴയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മുഴയാണോ ചീത്ത മുഴയാണോ, മുഴക്കുള്ളിൽ എന്തെങ്കിലും കാൽഷ്യം ഡിപ്പോസിറ്റ് അടങ്ങിയിട്ടുണ്ടോ, അതോ വേറെ എന്തെങ്കിലും ടൈപ്പ് മുഴയാണെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓരോ ക്ലാസിഫിക്കേഷൻ കൊടുക്കും, ടൈറോയ്ഡ്സ് 1, 2 അങ്ങനെ 1 തൊട്ട് 5 വരെ ഉണ്ട്. അതെല്ലാം 3 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ചിലവർ 1 സെൻറ്റിമീറ്റർ മുഴയായിരിക്കും, ചില 3-ലായിരിക്കും ഉള്ളത്. 3-ലൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 4, 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ പൊതുവേ പറയാറുള്ളത് ഇപ്പം തൈറോയ്ഡ്, ബ്രസ്റ്റ്, യൂട്രസ്, ഇവിടെ മുഴയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് കളയേണ്ട മുഴ തന്നെയാണ് നമ്മൾ ഒരു ലേമൺ ടേം അതാണ്. ആക്ച്വലി നമുക്കത് അങ്ങനെ പറയുന്നതിനും കുറച്ചും കൂടെ നല്ലത്. FNAC റിസൾട്ടിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു റിലേറ്റീവ് ഇതുപോലെ കുറേ മുഴകളായിട്ട് ഒരു വിഷയം വന്നു. അങ്ങനെ സ്കാൻ ചെയ്തു, ഡോക്ടർ FNAC സജസ്റ്റ് ചെയ്തു, FNACയും ചെയ്തു. ആ റിസൾട്ടിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. ഈ പേഷ്യൻ്റ് എന്തായിരിക്കും അടുത്ത ഒരു പ്രോസസ്സിങ്? FNACയിൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കാം. എസ്പെഷ്യലി കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന പേഷ്യൻ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കുടുംബപരമായിട്ട് ഈ തൈറോയ്ഡിന് അസുഖമുള്ള ആൾക്കാരൊക്കെ അതിന് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഒരിക്കലും അവരെ കുഴപ്പമില്ലെന്ന് പറഞ്ഞയക്കല്ല.
ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒന്ന് കാണാൻ പറയാം. 6 മാസം അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യാൻ പറയാം. മുഴ ചെറുതായിരിക്കും, ഒരു 0.3 സെൻറ്റിമീറ്റർ 0.5 സെൻറ്റിമീറ്റർ മുഴയായിരിക്കും. ചില മുഴ വളരുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാവുന്നത് സ്കാൻ മുഖേന അറിയത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കുക, ഫാമിലി ഹിസ്റ്ററി നോക്കുക, അപ്പോൾ ആ കുടുംബപരമായിട്ട് തൈറോയ്ഡ് ഉണ്ടെന്ന് നോക്കുക. പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലം ജില്ലയോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻഡമിക് ഏരിയസിലൊക്കെ ആകുമെന്നാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഒരിക്കലും നമ്മൾ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ അങ്ങനെ ഫോളോ അപ്പ് ഇല്ലാതെ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഈ FNAC-ൽ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിൽ ഈ മുഴ എവിടെ ഇരുന്നോട്ടെ, പേടിക്കേണ്ട എന്ന് കരുതാൻ പാടില്ല എന്നാണ് സാറിന് പറയാനുള്ളത്. അതെ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന നല്ലത്. അപ്പോൾ അതുപോലെ ബ്രസ്റ്റ്, യൂട്രസ്, തൈറോയിഡിലെ മുഴകളൊക്കെ നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യുന്ന എപ്പോഴും നല്ലത്. കാരണം ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഇഷ്ടം പോലെ വരാൻ സാധ്യതയുള്ള സ്റ്റേജാണ് ഇപ്പോഴും. അതുകൂടാതെ തന്നെ ഇപ്പം കുറേ ഹെറിഡിറ്ററി ആയിട്ട് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ സ്ക്രീൻ ചെയ്താണ് ഇപ്പം നോക്കുന്നത്. ചിലവർക്ക് ഒരു കുഴപ്പവും കാണത്തില്ല, തൈറോയിഡിൽ മുഴയുണ്ട്, പക്ഷേ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. പക്ഷേ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ അറിയത്തുള്ളത് പ്രശ്നമുള്ള മുഴയാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. സ്ക്രീനിങ്ങിലൂടെയാണ് മെയിനായിട്ട് തൈറോയ്ഡ് രോഗം ഉണ്ടെന്ന് തന്നെ സ്ഥിരീകരിക്കുന്നത് തന്നെ തിരിച്ചറിയുന്നത്. ഓക്കെ സാർ, എപ്പോഴും തൈറോയ്ഡ് വരും, തൈറോയ്ഡ് കണ്ടുപിടിക്കപ്പെടുന്നു, ഒരു മുഴയായിട്ട് നിർണ്ണയിക്കുന്നു. അതിനുശേഷം സർജറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന് ഒരു പേഷ്യൻറ്റിനോട് പറയാനുള്ളത്? സർജറിക്ക് ശേഷം എന്ന് പറയാൻ 2 കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തൈറോയ്ഡ് മുഴയുണ്ടെന്ന്, തൈറോയ്ഡ് ഗ്രന്ഥി 2 ഭാഗത്തുണ്ട്, ഇടത്തെ ഭാഗത്തുണ്ട് വലത്തെ ഭാഗത്തുണ്ട്. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഗ്രന്ഥിയിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥി മാത്രമേ റിമൂവ് ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മളെന്ന് പറയുന്നത് 2 ഗ്രന്ഥി നമ്മൾ റിമൂവ് ചെയ്യാറുള്ളൂ. അതാണ് കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത്. കാരണം ഒരു ഗ്രന്ഥി റിമൂവ് ചെയ്തൊരു ബയോപ്സി ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു സർജറിക്ക് വേണ്ടി ഉടനെ ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇപ്പം 2 ഗ്രന്ഥി ഒരുമിച്ച് റിമൂവ് ചെയ്യുക. ടോട്ടൽ തൈറോയ്ഡക്ടമിയാണ് നമ്മളിപ്പം എല്ലാ പേഷ്യൻസിനും ഒരുവിധം എല്ലാ പേഷ്യൻസിനും അഡ്വൈസ് ചെയ്യുന്നത്. നേരത്തെ ഹെമി എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം മാത്രം റിമൂവ് ചെയ്യുന്നത്. 2 റിമൂവ് ചെയ്യുന്ന ആണ് നമ്മളിപ്പോൾ എല്ലാം അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇത് ചെയ്ത ശേഷം നമുക്കൊരു കാര്യം പറയാം, നമുക്ക് ലൈഫ് ലോങ് അതായത് ഹോർമോൺ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഗ്രന്ഥി നമ്മളിപ്പം ശരീരത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺ നമുക്ക് ശരീരത്തിൽ കാണത്തില്ല. അപ്പോൾ ഹോർമോൺ സപ്ലിമെൻറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ എല്ലാ പേഷ്യൻറ്റും ലൈഫ് ലോങ് ആയിട്ട് ഹോർമോൺ സപ്ലിമെൻറ്റ് എന്തായാലും ആവശ്യം ആയിട്ടുണ്ട്. 100 mg ആണ് എടുക്കേണ്ടത്, മിനിമം 100 mg എടുക്കേണ്ടതായിട്ടുണ്ട് പേഷ്യൻസിന്. അപ്പോൾ ലൈഫ് ലോങ് ആയിട്ടുള്ള തൈറോയ്ഡ് സപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യും പേഷ്യൻറ്റിന്. തീർച്ചയായിട്ടും ഇപ്പോൾ OP-യിൽ വരുന്ന പേഷ്യൻസിനോട് സാർ ഇത് പറയാറുണ്ട് അല്ലേ, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ മരുന്ന് കഴിക്കണം? അതെ, അത് അവർ തന്നെ ചോദിക്കും. അതിപ്പോൾ എല്ലാവരും ചോദിക്കും ഓപ്പറേഷന് ശേഷം എന്തൊക്കെ സംഭവിക്കും. എന്നാൽ നമ്മൾ ഓപ്പറേഷൻ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. അതായത് ഞരമ്പിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം തൈറോയ്ഡ് ഗ്രന്ഥി കൂടെയാണ് നമ്മുടെ ഈ ശബ്ദത്തിലൂടെ ഞരമ്പൊക്കെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഞരമ്പിന് ഒരു തകരാറ് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നും പിന്നെ കാൽഷ്യം ഗ്രന്ഥിയും ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ കാൽഷ്യം കുറയാനും ഞരമ്പിന് ചെറിയൊരു ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പറയും. അത് കൂടാതെ തന്നെ ഗ്രന്ഥി എടുത്ത ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നോക്കേണ്ടത്. നമ്മൾ എടുത്തത് മുഴ, അതായത് തൈറോയ്ഡ് എടുത്ത ശേഷം ഈ ഗ്രന്ഥിക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്ന് നമ്മൾ ഏകദേശം സ്ഥിരീകരിക്കാൻ പറ്റും ബയോപ്സി. അഥവാ അതിലിപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ എടുക്കേണ്ടി വരും, റേഡിയോ അയോഡിൻ തെറാപ്പി എടുക്കേണ്ടതും. എന്നാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ കോഴ്സ്. പക്ഷേ നല്ലൊരു മറ്റേ ക്യാൻസർ പോലൊന്നും അല്ല. എന്ന് വെച്ചാൽ മറ്റേ ടൈപ്പ് റേഡിയേഷൻ അല്ല, റേഡിയോ അയോഡിൻ തെറാപ്പി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മെഷീൻ വെച്ച് എടുക്കുന്ന റേഡിയേഷൻ അല്ല, സാധാരണ ഒരു അയോഡിൻ തെറാപ്പി എന്ന് എല്ലാ പേഷ്യൻസിനും എടുക്കാറുണ്ട്. നല്ല റിസൾട്ടുമാണ് അതിന്. അപ്പോൾ എടുത്ത മുഴയിൽ ക്യാൻസറിൻ്റെ അംശമൊന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൈറോയ്ഡ് സപ്ലിമെൻറ്റ് 100 mg സപ്ലിമെൻറ്റ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് എടുത്തിട്ട് ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലാണോ? ഒരുപാട് പേഷ്യൻസിനെ സാറ് കാണുന്നതാണ്. അപ്പോൾ ഒരു കൂടുതലാണ് എന്നൊരു പൊതുവിൽ കണക്ക് പറയാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഉണ്ട്, കൂടുതലാണ്. കാരണം ഞാൻ ആലപ്പുഴയിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ കൂടുതലാണ്. പിന്നെ ഞാൻ തൃശ്ശൂരിലും തിരൂരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതലാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. കൊല്ലം ഒരു എൻഡമിക് ഏരിയ എന്ന് പറയുന്നത്. അതെ, തീർത്തും ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ശരിക്കും ആക്റ്റീവായിട്ട് നടക്കേണ്ട സ്ത്രീകൾ വളരെ അവശരായിട്ടും മുടി കൊഴിച്ചിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മളങ്ങ് ഉറപ്പിക്കുകയാണ് തൈറോയ്ഡാണ് എന്നങ്ങ് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഊഹാപോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ മുൻവിധിയായിട്ട് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം? സാറിനത് പറയാം. മെയിനായിട്ട് തൈറോയ്ഡിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന മുടി കൊഴിച്ചിൽ വൺ ഓഫ് ദ ലക്ഷണം എന്ന് പറയാം. പക്ഷേ ഈ പറയുന്നത് വണ്ണം കൂടുക, പിന്നെ പീരീഡ്സിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ദേഷ്യം, അതൊരു വിഷയമാണ് സാർ. ദേഷ്യം പല കാരണം കൊണ്ട് വരാം. എല്ലാം തൈറോയ്ഡിന് നമുക്ക് ബ്ലെയിം ചെയ്യാനും പറ്റില്ലല്ലോ, അതിന് തൈറോയ്ഡല്ല. പിന്നെ ഈ നമ്മളിപ്പം പഠിക്കുമ്പോൾ ഒരു തൈറോയ്ഡിൻ്റെ ഡിസീസിനെ പറ്റി പഠിക്കുമ്പം നെറ്റിൽ നോക്കുമെന്ന് കുറേ ലക്ഷണങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇതെല്ലാം തൈറോയ്ഡിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ്സിൻ്റെ വ്യത്യാസവും അതുകൂടാതെ തന്നെ ഈ വണ്ണം കൂടുക, പിന്നെ സ്കിന്നിലുള്ള മാറ്റങ്ങൾ, പിന്നെ മുടി പൊഴിച്ചിൽ, ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ നോക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളിതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ടെസ്റ്റിലൂടെയാണ് നമ്മൾ സ്ഥിരീകരിക്കുന്നത് തൈറോയ്ഡ് പേഷ്യൻ്റ് ആണോ അല്ലയോ സ്ഥിരീകരിക്കുന്നത്.
ഈ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ആണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതെ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമ്മൾ കൺഫേം ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് മുടി കൊഴിച്ചിൽ ഇത് കാരണം കൊണ്ടൊന്നും ആവണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം കൊണ്ട് മുടി കൊഴിയാം. അതെ അതെ, അതുകൊണ്ട് ഇപ്പം ആണുങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ചെക്ക് ചെയ്യുമ്പം വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാം, അവർക്ക് മുടി കൊഴിച്ചിലുണ്ട്. അതെ അതെ, അപ്പോൾ അത് തൈറോയിഡാണ് നമുക്ക് ഊഹിക്കാൻ കഴിയും. മിക്ക ആൾക്കാരും റിപ്പീറ്റ് ആയിട്ട് തൈറോയിഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. മുടി കൊഴിച്ചിൽ അത് കാരണം കാരണം പക്ഷേ അത് കാരണം കൊണ്ടല്ല, പല ഫാക്ടേഴ്സും ഉണ്ട്. അത് വൺ ഓഫ് ദ ഫാക്ടർ തൈറോയിഡിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് പൊതുവിൽ ചെയ്തിരിക്കേണ്ടത്? അങ്ങനെ ഒരിക്കലും അങ്ങനെ ഇന്ന ടെസ്റ്റ് ചെയ്യണമെന്ന് പറയത്തില്ല. അപ്പം 40 വയസ്സുള്ള ഒരു ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ 40 വയസ്സ് കഴിയുമ്പം ആണുങ്ങൾക്ക് എന്തായാലും ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നില്ല, ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും, അത് ചെക്ക് ചെയ്യണം. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചെക്ക് ചെയ്താൽ മതി. കൊളസ്ട്രോൾ കൂടാതെ തന്നെ ഈ പറയുന്ന പോലെ തൈറോയിഡ് ചെക്ക് ചെയ്യണം, തൈറോയിഡ് നോക്കണം. പിന്നെ എന്തായാലും ഷുഗർ എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ എല്ലാവരും. പിന്നെ 50 വയസ്സ് കഴിയുമ്പം ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യണം. സ്ത്രീകൾക്കാണെന്ന് വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, ചെക്ക് ചെയ്യണം. അങ്ങനെ സ്ഥിരമായിട്ടൊരു ഇത് പറയാൻ പറ്റത്തില്ല, ഇന്ന് ചെക്ക് ചെയ്യണം, എല്ലാ 8 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം, അങ്ങനെ ആയിട്ടൊന്നും ഇല്ല. നിർബന്ധമായിട്ട് പറയേണ്ട കാര്യം നിർബന്ധമായിട്ട് പറയാനല്ലോ. അപ്പോൾ നമുക്ക് പറയില്ല യങ് ഏജിൽ BP കൂടാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 30 വയസ്സിനുള്ളിൽ മിക്ക ഒരു 90% ആൾക്ക് BP വരാൻ ചാൻസ് ഇല്ല. ചിലവർക്ക് BP വരാം, ഒരു പ്രായം കഴിവ് 40 വയസ്സ് 50 വയസ്സ് തന്നെ വരാം. അപ്പം അങ്ങനെയുള്ള കാരണം കൊണ്ടുപിടിക്കുന്നത്, കൊളസ്ട്രോൾ കാരണം കൊണ്ടാണ് BP കൂടുന്നത്, അതിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് BP കൂടുന്നത്, അങ്ങനെ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ സ്ത്രീകൾക്ക് നമ്മൾ പൊതുവേ ഇപ്പം അമ്മയ്ക്ക് ഇപ്പം തൈറോയിഡ് ഉണ്ടെന്ന് വെച്ചാൽ മോൾക്ക് എന്നുണ്ടെങ്കിൽ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇത്ര മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം അങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് ചുമ്മാ ടെസ്റ്റിന് എഴുതി കൊടുക്കുമല്ലേ എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം, പറയാനുണ്ട്, അറിയാനുണ്ട്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അശ്വിൻ രാജഗോപാൽ സാറാണ്. ENT സർജനാണ്, അസീസിയ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2-വിൽ കൃത്യമായ രോഗനിർണയത്തിലൂടെ വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിംഗ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. സ്റ്റേ ട്യൂൺ 91.2.